നമസ്കാരം. മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വല്ലായ്മകൾ മറന്നൊരു കാൽപന്ത് കളി. കോതമംഗലത്ത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ഫുട്ബോൾ പ്രദർശന മത്സരം ശ്രദ്ധേയമായി. സമഗ്ര ശിക്ഷ കേരള കോതമംഗലം BRCയുടെ പരിധിയിൽ വരുന്ന വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് ഈ മത്സരത്തിൽ മാറ്റുരച്ചത്. കാറ്റു നിറച്ച തുകൽപന്തിനു പിന്നാലെ വല്ലായ്മകളെ മറന്ന് ഇവർ കുതിച്ചുപാഞ്ഞു. എതിരാളി തീർത്ത പ്രതിരോധങ്ങൾക്കിടയിലും എതിർ ഗോൾ വലയത്തിലേക്ക് പന്തടിച്ചു കയറ്റാനും ഇവർക്കായി. കണ്ടുനിന്നവരുടെ കണ്ണുകളിൽ ആനന്ദ കണ്ണീർ പൊഴിച്ച് ഭിന്നശേഷിക്കാരായ ഈ കുട്ടികൾ ഇടം വലം കാലുകൾ കൊണ്ട് കണ്ണിവലകൾ കുലുക്കിയപ്പോൾ ശോഭനപടിയിലെ കാൽസിയോ ടർഫിൽ നടന്നത് ഒരു യഥാർത്ഥ ഫുട്ബോൾ മത്സരത്തെ വെല്ലുന്ന പ്രകടനം. കോതമംഗലം MLA ആന്റണി ജോൺ ഭിന്നശേഷിക്കാരുടെ ഫുട്ബോൾ മത്സരം ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയങ്ങൾ നല്ല നിലയിൽ കായിക രംഗത്ത് ഇടപെടുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ആ നിലയിൽ നമ്മുടെ നോക്കുപരിധിയിലുള്ള വിവിധ സ്കൂളുകളിലെ ഭിന്നശേഷി സൗഹൃദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയാണ്. BRC തലത്തിൽ തന്നെ പരിശോധിച്ചാൽ നിരവധിയായിട്ടുള്ള ഇടപെടലുകൾ വ്യത്യസ്ത മേഖലയിലാണ്. കായിക രംഗത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ഇടപെടൽ. അത് ബ്ലോക്ക് തലത്തിൽ കൊണ്ട് അവസാനിപ്പിക്കുകയല്ല, സംസ്ഥാന തലത്തിൽ വരെ തുടർ പ്രക്രിയ എന്നുള്ള നിലയിലാണ് ഒരു ക്യാമ്പയിൻ നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. കുട്ടികൾക്കുള്ള ജേഴ്സി കോതമംഗലം മുനിസിപ്പൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ KV തോമസ് കൈമാറി. കോതമംഗലം നഗരസഭാ ചെയർമാൻ KK ടോമി അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KA നൌഷാദ്, KV തോമസ്, അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് മെമ്പർ SM അലിയാർ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മനോജ് ശാന്തി, BPC എൽദോ പോൾ, HM ഫോറം സെക്രട്ടറി റിനി മരിയ, കാൽസിയോ ടർഫ് ഓണർ ടോണി കുരിശിങ്കൽ, ജിനീഷ് തോമസ്, സിജി അഗസ്റ്റ്യൻ, സിസ്റ്റർ ആനി ജോസ്, റെജി കുമാർ, സ്പെഷ്യലിസ്റ്റ് അധ്യാപിക സ്മിത മനോഹർ, AN സുനിത തുടങ്ങിയവർ പങ്കെടുത്തു. ഭിന്നശേഷി സമൂഹത്തിന്റെ സർഗാവിഷ്കാരങ്ങൾക്ക് പൊതുവേദിയൊരുക്കി അവരെ മുഖ്യധാരയിലേക്ക് ഉയർത്താനും തുല്യനീതി ഉറപ്പിക്കാനും ഭിന്നശേഷി ജനതയോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ സമൂലമായ മാറ്റം വരുത്താനും സഹതാപത്തിനു പകരം അവരെ ചേർത്തു പിടിക്കാനും സമൂഹത്തെ പ്രേരിപ്പിക്കുകയുമാണ് ഇത്തരം പരിപാടികൾ കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് സംഘാടകർ വ്യക്തമാക്കി. മീഡിയ 60 കോതമംഗലം.